Okay, in the last session of our class, we discussed about what? What all we discussed? We discussed about slope. Before that session, we discussed about utilities, marginal utility, indifference curve. Then we talked about budget set, consumption bundle, and budget line, and then we integrated this budget line and our preferences, and then we found out what optimal consumption bundle where MRS is equal to minus P1 by P2, where the slopes of the budget line and the indifference curve are equal. So we have discussed up to this. Now in this session we are going to discuss about demand. What is demand? Demand, in the earlier sections also, when discussing diminishing marginal utility, we have discussed demand. Right, we have also discussed demand at that time also. So demand means that a quantity demand. So we discussed about that demand means we need willingness. What all we need? We need ability and we need desire. Desire, willingness, ability, എല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ ഡിമാൻഡ് ഉണ്ടാവുന്നുള്ളൂ എന്നും. അപ്പോൾ നമ്മൾ ആ ലംബോർഗിനി, ബുള്ളറ്റ് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സെഷൻ ഓർ സെക്കൻഡ് സെഷൻ. സോ ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൈൻ പ്രൈസിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. സോ ആ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസയറും വില്ലിങ്നെസ്സും എബിലിറ്റി എല്ലാം ഉണ്ടാവണം. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് എ സെർട്ടൈൻ പ്രൈസ് ഈസ് കോൾഡ് വാട്ട്? ഡിമാൻഡ്. അതൊരു നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരു ക്വാണ്ടിറ്റി ഈ പ്രൈസിൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. സേ വി ആർ ഗോയിങ് ടു എ ഷോപ്പ്. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനം, സേ വാട്ട്, ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം. So if you are going to a shop and the price of ice cream is say 50 rupees, say 50 rupees. 50 rupees ആയപ്പോൾ we are 2-3 friends, or നമ്മൾ എത്ര ഐസ്ക്രീം വാങ്ങും? സേ നമ്മൾ റാൻഡം നമ്പർ ആണ്. സേ നമ്മളൊരു 3 ഐസ്ക്രീം വാങ്ങി. ആഫ്റ്റർ സം ടൈം, ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം, you again went to that shop and you realize that the price of ice cream has decreased. ഐസ്ക്രീം ആണ് ഐസ്ക്രീമിൻ്റെ പ്രൈസ് ഓഫ് ഐസ്ക്രീം ഹാസ് ഡിക്രീസ് ടു 30 rupees. വാട്ട് ഹാപ്പൻസ്? അപ്പോൾ നമുക്ക് എന്താണ്, ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ വിലയും കുറഞ്ഞു. സോ വാട്ട് ടു ഡു? നമുക്ക് കുറച്ചുകൂടെ അധികം ഐസ്ക്രീം വാങ്ങാമല്ലോ, കാരണം നമ്മുടെ അടുത്ത് കുറച്ച് വില കുറയല്ലേ. സോ വി ആർ കൺസ്യൂമിങ് വാട്ട്? 5 ഐസ്ക്രീം. സോ വൈ നമ്മൾ റേഷണൽ കൺസ്യൂമർ ആണ്. വി തിങ്ക് ബൈ ലോജിക് ദാറ്റ് ഇപ്പോൾ വില കുറഞ്ഞത് കൊണ്ട് നമ്മൾ കൂടുതൽ വാങ്ങി, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. സോ വി ഡിസൈഡഡ് ടു ബൈ മോർ ഐസ്ക്രീംസ്. ദെൻ ആഫ്റ്റർ സം ടൈം യു അഗെയിൻ വെന്റ് ടു ദാറ്റ് ഷോപ്പ്. വാട്ട് ദിസ് ഗൈ ഹാസ് ഡൺ? ദിസ് ഗൈ ഹാസ് നൗ ഇൻക്രീസ് ദ പ്രൈസ് ടു സേ 60 rupees. സോ ആസ് യു ആർ ഷോർട്ട് ഓഫ് മണി ഓർ പൈസ കൂടിയത് കാരണം യു ഗൈസ് വിൽ ബി കൺസ്യൂമിങ് ലെസ്. നമുക്ക് അത്ര വില കൂടിയൊരു സാധനം നമുക്ക് ഒരുപാട് വാങ്ങാനാവില്ല. ഇവിടെ നമ്മൾ വില കുറഞ്ഞതുകൊണ്ട് 5 എണ്ണം വാങ്ങി, ഇവിടെ 3 എണ്ണം വാങ്ങി. വില കൂടിയതുകൊണ്ട് സ്വാഭാവികമായിരുന്നു നമ്മൾ 2 വാങ്ങിയുള്ളൂ. സോ ഹിയർ യു ആർ സീയിങ് എ റിലേഷൻ, റൈറ്റ്? സം ലോജിക് ഉപയോഗിച്ചിട്ടുള്ള റിലേഷനാണ്. വില കുറഞ്ഞപ്പോൾ നമ്മൾ 5 വാങ്ങി, വില ഒരു 50 3 വാങ്ങി, ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മളൊരു പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാൽ, ഈ ഗ്രാഫിനൊന്ന് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാൽ, ഒരു സൈഡിൽ നമ്മൾ പ്രൈസ് പറയുന്നു, ഒരു സൈഡിൽ ക്വാണ്ടിറ്റി. So quantity and price. When price was say 30, 50, 60, we consumed 2, 4, 6. 2, 4, 6. Price was 20, 40, 60. When the price was 30, we consumed what? 5 goods. When the price was 50, we consumed how much? 3 goods. When the price was 60, we consumed only 2 goods. So joining these points, you are seeing a trend. ഈ പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂൾ, ഇതാണ് നമ്മളെ ഡിമാൻഡ് കർവ്. സോ ഹിയർ വാട്ട് വി ആർ സീയിങ് എ റിലേഷൻ. സോ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻ ഈസ് നോൺ ആസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഈ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ എ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ക്വാണ്ടിറ്റി. ഈ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ 532 ആണ്. That is our optimal choice of the quantity, considering our budget line, considering our preferences, our original MRS budget line എല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷം നമ്മുടെ എന്താണ് ചോയ്സ്, ഒപ്റ്റിമൽ ചോയ്സ് ആണ് ഓഫ് ദ ക്വാണ്ടിറ്റി
ഓഫ് ദ ഗുഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഈ പ്രൈസും ഈ ഇതും അതപ്പോൾ ആ റിലേഷനാണിത്. അതായത് ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വിലയ്ക്ക്, അതായത് സപ്പോസ് നമ്മൾ ഈ ഒരു 20 രൂപയ്ക്ക് എത്ര വാങ്ങും എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാനാവും എത്ര നമ്മൾ വാങ്ങും എന്നുള്ളത്. ഇനി എത്ര 35 രൂപയ്ക്ക് എത്ര വാങ്ങും എന്നുള്ളത് നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനാവും. സോ ഈ കർവ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം, ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലെ ഒരു ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് നമ്മൾ അതിനെ മാറ്റി എഴുതാൻ. സോ ബിഫോർ ദാറ്റ് യു ഗൈസ് നോ വാട്ട് ഇസ് എ ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് നമ്മളൊരു എക്സ് ഉണ്ടാവും, ഒരു വൈ ഉണ്ടാവും. സേ 1 2 3 10 15 20. ഈ ഓരോ എക്സിനും നമ്മളൊരു വൈയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 1 ന് 2 3 ന് 20. സോ ഇതിനാണ് ഇവിടെ നമ്മൾ y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണിത്. സോ ദിസ് ഈസ് അവർ വാട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. എന്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്? എക്സിൽ ഡിപ്പെൻഡൻ്റ്. എക്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് എക്സ് മാറുന്നതനുസരിച്ചിട്ട് വൈയിൽ എന്തുണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു. സോ ദിസ് കൈൻഡ് ഓഫ് തിങ് വി സേ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഓരോ എക്സിനും ഓരോ വൈ നിശ്ചയിച്ചിട്ടുണ്ടാവും. സോ that kind of relation is known as a function. So similarly ഈ x ആണ് നമ്മുടെ y, ഈ y ആണ് നമ്മൾ, ഈ x നമ്മളെ y ആണ്. ഈ f of p എന്നതിന് പകരം ഈ x ന് പകരം നമ്മൾ പ്രൈസ് ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മളെ x. അപ്പോൾ ഈ x is equal to f of p. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതായത് നമ്മളിനി അടുത്ത ക്ലാസ്സിലെല്ലാം QD എന്നെല്ലാം പറഞ്ഞ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനെല്ലാം പോവാണ്. ഇപ്പോൾ ഈ എക്സിന് തന്നെ QD ഈസ് ഈക്വൽ ടു വാട്ട് 5x + 3 ഇങ്ങനെയുള്ള റിലേഷനുള്ള നമ്മൾ അടുത്ത മാർക്കറ്റ് ഡിമാൻഡും ഇക്വിലിബ്രിയം എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താണ്, ഈ പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളായിട്ട് ഡിപ്പെൻഡഡ് ആണ്. സോ അതായത് ഇപ്പോൾ പ്രൈസ് നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ഓർമ്മിക്കുക, പ്രൈസ് കൂടിയപ്പോൾ എക്സ് ഇത്ര, പ്രൈസ് കുറഞ്ഞപ്പോൾ എക്സ്, നമ്മൾ ഐസ്ക്രീം ഇത്ര വാങ്ങി, 50 രൂപയാകുമ്പോൾ നമ്മൾ 3 ഐസ്ക്രീം വാങ്ങി, പിന്നെ 30 രൂപയാകുമ്പോൾ നമ്മൾ 5 ഐസ്ക്രീം വാങ്ങി, 60 രൂപയായപ്പോൾ നമ്മൾ 2 ഐസ്ക്രീം വാങ്ങി. സോ ദിസ് പ്രൈസ് ഈസ് ഹാവിങ് എ റിലേഷൻ, പ്രൈസ് എന്താണ്, ഈ എക്സിനെ തീരുമാനിക്കുകയാണ്. ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ ചോയ്സ്, അത് എത്ര ഐസ്ക്രീം വാങ്ങും എന്ന നമ്മുടെ തീരുമാനവും ഈ പ്രൈസും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻ ഈസ് വാട്ട്, ഒരു 1-to-1 റിലേഷനാണ് ഈ എക്സും വൈ ഉണ്ടായിട്ട്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ഡിമാൻഡഡ്, അതായത് ഈ ക്വാണ്ടിറ്റീനെ പ്രൈസുമായിട്ടുള്ള ഒരു റിലേഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് എക്സ്, and its price. So that is what demand function. Now let's have a look on the relationship between this indifference curve and demand curve. എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്നും ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത് എന്ന് നോക്കാം. So deriving demand curve using from indifference curves. So in the budget line, when we discuss about the budget line, we try to draw a graph how when the price changes, അതായത് ഒരു ഗുഡിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്ന അതായത് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഡ്രോ ചെയ്തിരുന്നു. സോ ഹിയർ വി ഹാവ് ഗുഡ് 1 and good 2, we have apple and bananas. So what is happening here, our initial price was this, our price increased, price decreased. അതായത് ഇവിടെയല്ലേ കൂടുതൽ ഗുഡ്സ് കൺസ്യൂം ചെയ്യാൻ പറ്റുക, കൂടുതൽ ഗുഡ്സ് എപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റുക, പ്രൈസ് കുറയുമ്പോൾ അല്ലേ. ഇവിടെ m/p1 ആയിരുന്നു, അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ m/p1 ഡാഷ് ആയി, ഇവിടെ എത്തിയപ്പോൾ m/p1 ഡബിൾ ഡാഷ് ആയി. സോ വി ആർ ട്രൈങ് ടു മെഷർ ദ ഇന്റർസെപ്റ്റ്സ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ദ പ്രൈസ് എന്താവാണ്, കുറഞ്ഞു വരികയാണ്. സോ ദിസ് പ്രൈസ് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ ഈ x1 ഇവിടുന്ന് പ്രൈസ് കൂടി, ഇവിടുന്ന് പ്രൈസ് കുറഞ്ഞു. എവിടുന്ന് വേണം എങ്ങനെ ചിന്തിക്കുക, അതായത് ഈ ഡിഫറെൻറ്റ് ലൈന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്, P1ൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരികയാണ്.
സോ P1ൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടാകുന്നു. നമ്മൾ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ ഇതായിരുന്നെങ്കിൽ സോ എ ഡിക്രീസ് ഇൻ P1, ഒരു P1ലെ ഡിക്രീസ് ഇൻ പ്രൈസ് ഹാസ് ഷിഫ്റ്റഡ് അവർ ബഡ്ജറ്റ് ലൈൻ ടു rightwards. Again a further decrease in our price has shifted our budget line to again further rightwards. So this shift of 3 budget line shift, here we are budget line is shifting 2 times. ആ budget line ൽ വരുന്ന ഷിഫ്റ്റ് വരാനുള്ള കാരണം എന്താ? പ്രൈസ് ചേഞ്ചിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ P1നേക്കാളും P1 ആണ് കൂടുതൽ പ്രൈസ്, P1 കുറവാണ്, അതിലും കുറവാണ് ഈ സംഗതി, അതായത് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മളെ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒപ്റ്റിമൽ ബണ്ടിലാണിത്. ഇത് IC1 എന്ന് വിളിക്കാം, IC2 എന്ന് വിളിക്കാം, IC3 എന്ന് വിളിക്കാം. ഈ IC1ഉം നമ്മൾ ഈ ബഡ്ജറ്റ് ലൈനും കൂടി ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്വാണ് X1. ഏത് പ്രൈസിൽ? P1 പ്രൈസിൽ. നോക്കിയാൽ നമ്മൾ ഒരു സെറ്റ് എന്താണ്? X1 P1 ആണ്. അടുത്ത സെറ്റ്, അതായത് അടുത്ത നമ്മളെ ബഡ്ജറ്റ് ലൈൻ ഇതാണ്. ഈ പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുന്നത്. ഇനി ഇവിടെ D എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ്? X1 ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഏതാ പ്രൈസ് എന്താ? പ്രൈസിൽ വന്ന വ്യത്യാസം എന്താ? പ്രൈസ് P1 ആയി, പ്രൈസ് P1 ആയി. ഇനി ഈ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ എന്ത് കൺസ്യൂം ചെയ്തു? X1 കൺസ്യൂം ചെയ്തു P1 നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഒപ്റ്റിമൽ ബണ്ടിൽ ഞാൻ വരച്ചതാണ്. ഇങ്ങനെ ഒരു മൂന്ന് ബഡ്ജറ്റ് ലൈനും സിമ്പിൾ 3 ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. ആ 3 ബഡ്ജറ്റ് ലൈനിൻ്റെയും ഇൻഡിഫറൻസ് കർവ് വരച്ചു കൊടുത്തു. അവിടുത്തെ കൺസെപ്ഷൻ ബണ്ടിൽ വേറെ എടുത്തു വെച്ചു. അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ട്, എന്ത്? പ്രൈസ് ഡിക്രീസ് ചെയ്താണ് ഇരിക്കുന്നത്. സോ പ്രൈസ് ഈസ് ഡിക്രീസിങ്, ബട്ട് P1 ഈസ് ഗ്രേറ്റർ ദാൻ P1 ഈസ് ഗ്രേറ്റർ ദാൻ P1 P1 ആണ് ഏറ്റവും വലുത്, P1 കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ്. ദിസ് തിങ് വി ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് സെഷൻ. വി ആർ ട്രൈങ് ടു ഗ്രോ ദിസ് ഗ്രാഫ്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ വേറെ ഒരു ഗ്രാഫിലേക്ക് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ X1 ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡിമാൻഡ് P1 ആയിരുന്നു. X1 ആയപ്പോൾ അത് ഈ പ്രൈസ് ഗുഡ് 1 ഗുഡ് 2ൻ്റെ കേസിലാണ്, അതായത് ഇവിടെ ബനാനയുണ്ട് ആപ്പിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് നമ്മളെ എത്ര ബനാനയും എത്ര ഇതും കൺസ്യൂം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡ്രോ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും ഈ ഗുഡ് 1ൻ്റെ കേസ് മാത്രം നമ്മൾ വേറെ എടുത്ത് വരയ്ക്കുന്നു. See, here also there is different consumption level for what? Oranges-നും ഇങ്ങനെ P1 X2 P1 ഉം X2 P1ഉം X2 P1 എല്ലാം ഉണ്ട്. So but we are not discussing that, we are only taking what? X1ൻ്റെയും ഈ P1-ൻ്റെയും ഡിഫറൻസ് മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. So here we are plotting it. We are plotting this thing. ഈ X1 P1 നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, ഈ X1 P1 നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഈ X1 P1 അതായത് കുറഞ്ഞൊരു പ്രൈസ് ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്ത് X1, പിന്നെയും പ്രൈസ് ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്ത് X1. അപ്പോൾ അത് നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യാണ്. ഇങ്ങനെ നമ്മളെ ഈ C D ഈ പോയിന്റ്സ് ആണിത്. ഇത് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കി ഇവിടെ ഈ ഗ്രാഫ് വരച്ചു. സോ ഹിയർ വി സീ ദാറ്റ് വാട്ട് there is a downward shift in the demand curve. So earlier the downward shift were explained by what? Marginal utility demand curve explain cheyirunnu, but here we again using another thing, indifference curve, we are trying to explain the downward sloping of demand curve. അതായത് എന്താണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇതിൽ നിന്നും, ബട്ട് പ്രൈസ് കുറയുമ്പോൾ നമ്മളെ ഡിമാൻഡ് കൂടുന്നുണ്ട്. സോ ഇവിടെ പ്രൈസ് കൂടുതലായിരുന്നു ഈ പോയിന്റിൽ, പ്രൈസ് കുറയുമ്പോൾ ആണല്ലോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഐ തിങ്ക് യു റിമെമ്പർ, ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് എങ്കിൽ ഈ P1ൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്താവും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, കൂടുതൽ ഗുഡ്സ് കൺസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇൻ്റർസെപ്റ്റ് കുറയാണ്, അതായത് 4 ഉണ്ടായിടത്തു നിന്ന് 2 ആയപ്പോൾ 40/4 നമ്മൾ കൺസ്യൂം ചെയ്തിരുന്നത് ആ ഒരു 5 ആയിരുന്നോ, എന്തായിക്കോട്ടെ 5 ആയിരുന്നപ്പോൾ നമ്മൾ എന്തായി 8 ഗുഡ്സ് കൺസ്യൂം ചെയ്തിരുന്നു. അത് 2 ആയപ്പോൾ നമ്മൾ 20 ഗുഡ്സ് ആയി കൺസ്യൂം ചെയ്യാൻ പറ്റി എന്നെല്ലാം നമ്മൾ ആ സെഷനിൽ, അതായത് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്ന സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. ദ പ്രൈസ് ഡിക്രീസ് ഈസ് മേക്കിംഗ് അസ് ടു കൺസ്യൂം മോർ ഓഫ് ഗുഡ് 1 and more of good 2 also. So this indifference curve is explaining the downward sloping of the demand curve. അപ്പോൾ ആ ഡിമാൻഡ് കർവിലെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ ഒരു കാരണം ഈ ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്.
So the demand curve was downward sloping. Using indifference curve, we have said that. So we can also say something other, how why a demand curve is sloping downwards using two effects, namely substitution effect and income effect. See, words കേട്ടിട്ട് പേടിക്കണ്ട, സിമ്പിൾ ആണ് കാര്യം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ 5 rupees നോട്ടും 5 rupee കോയിനെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നെല്ലാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന വാക്കിനർത്ഥം ഒന്നിന് പകരം ഒന്ന് വെക്കുക എന്നുള്ള, ഒന്നിന് പകരം ഒന്ന്, അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ഫുട്ബോളിലെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കേട്ടിട്ടുണ്ടല്ലോ, ഒരാൾ കയറി ഒരാൾ ഇറങ്ങുന്ന. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. സോ see that suppose that the price of a good is decreasing. ഒരു ഗുഡിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. നമ്മളൊരു ഇൻഡിഫറൻസ് കർവിൽ ഒരു എന്തായിരുന്നു, ഒരു ബനാന ഉണ്ടായിരുന്നു. ബനാനയാണോ മാംഗോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബനാന ഉണ്ടായിരുന്നു, മാംഗോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബനാനയുടെ പ്രൈസ് കുറഞ്ഞു. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് വി ക്യാൻ നൗ കൺസ്യൂം മോർ ബനാനാസ്. നമുക്കൊന്നുകിൽ ഈ ബനാന നമുക്ക് കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് കൂടുതൽ കൺസ്യൂം ചെയ്യാം. കാരണം എന്താ, ബനാനയുടെ പ്രൈസ് ആണല്ലോ കുറഞ്ഞത്. സോ ബനാനയുടെ പ്രൈസ് കുറഞ്ഞു, ആ ബനാന കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് ആ ബനാന കൺസ്യൂം ചെയ്യാം. ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. അതായത് മൊത്തത്തിൽ ഈ ബനാനയുടെ പ്രൈസ് കുറവ് കാരണം, അതായത് പഴത്തിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്താകുന്നു, പഴം കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് കുറേ കൂടി വേറൊരു ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് arises because the price of banana has decreased. So we are substituting ഈ എന്താണ്, ഈ മാംഗോന്ന് കുറച്ചും കൂടി എടുത്തിട്ടും ഈ ബനാന കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ വേറൊരു ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഹിയർ വി ആർ മോർ ഹാപ്പി. ഇവിടെ ബനാന കൂടുതൽ കൺസ്യൂം ചെയ്യാൻ നമ്മൾ. അതോടൊപ്പം വേറൊരു എഫക്റ്റ് വരുന്നത് ഇൻകം എഫക്റ്റ് ആണ്. ഇൻകം എഫക്റ്റ് എന്നാൽ ബനാനയുടെ പ്രൈസ് കുറയുക എന്നതിനകത്ത് നമ്മളെ പർച്ചേസിങ് പവർ കൂടി. ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു എന്നതിൻ്റെ അർത്ഥം നമ്മൾക്ക് അത് വാങ്ങാനുള്ള, മൊത്തത്തിൽ സാധനങ്ങൾ വാങ്ങാനുള്ള പ്രൈസും കൂടി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ earlier our price was 4 and 5. അപ്പോൾ 4x1 plus 5x2 was 40. 4 5 ആയിരുന്നു നമ്മുടെ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ഗുഡ്സ്. അപ്പോൾ അതിൽ ഒന്നിൻ്റെ ഗുഡ് ഈ 5-ന്ന് 2 കുറഞ്ഞു എന്നതിൻ്റെ അർത്ഥം, ഈ ഒരു പ്രൈസ് ലെവലിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് 2 ഗുഡും ഒരുപോലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും. കാരണം നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്ര ഗുഡാണ് കൺസ്യൂം ചെയ്തത്? 5 4 ആയിരുന്നു കൺസ്യൂം ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ 5 4 ആയിരുന്നു കൺസ്യൂം ചെയ്തിരുന്നത്. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എത്ര കൺസ്യൂം ചെയ്യാം? 4 ഉണ്ട്, 2 ഉണ്ട്, രണ്ടും ഇൻക്രീസ് ചെയ്യാം, ഒരുപോലെ ഇൻക്രീസ് ചെയ്യാം. 6 into 5 30 plus 6 5 കൺസ്യൂം ചെയ്യാൻ പറ്റും. 6 5 കൺസ്യൂം ചെയ്യാൻ പറ്റും. ബട്ട് എന്തിൻ്റെ പ്രൈസേ കുറഞ്ഞുള്ളൂ? ഈ ബനാനയുടെ പ്രൈസ് മാത്രമേ കുറഞ്ഞുള്ളൂ. പക്ഷെ നമ്മൾ എന്തിൻ്റെ ഈ ബനാന ഇൻക്രീസ് ചെയ്തു, ഈ മാംഗോ ഇൻക്രീസ് ചെയ്തു. We have increased both of the consumption and come into a higher indifference curve. That is known as income effect. As the income, as the price of one good has decreased, our purchasing power has increased. നമ്മുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 കൂടുതൽ വാങ്ങാൻ പറ്റും, ഒന്ന് മാത്രമല്ല. അതായത് നേരത്തെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2ൽ നമ്മൾ ഈ 5 തന്നെ ആക്കിയിട്ട് എന്താക്കായിരുന്നു, 5ൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇട്ടു. അപ്പോൾ 20, അപ്പോൾ എന്താക്കി 10 അല്ലേ വരിക, 4 into 5 20. ഇവിടെ നമ്മൾ ബനാന അങ്ങ് ഇൻക്രീസ് ചെയ്തു. എന്താ, ആപ്പിൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല, ബനാന ഇൻക്രീസ് ചെയ്തു. ആ ഒരു എഫക്റ്റാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതായത് ബനാനയുടെ ഡിക്രീസ് ഇൻ പ്രൈസ് നമ്മൾ എന്താക്കി, കൂടുതൽ ബനാന വാങ്ങുന്നതിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ ബനാനയുടെ ഡിക്രീസ് ഇൻ പ്രൈസ് നമ്മളെ രണ്ടും കൂടുതൽ വാങ്ങുന്നത്, അതായത് മാംഗോവും ബനാനയും രണ്ടും കൂടുതൽ വാങ്ങുന്നതിനെ നമ്മൾ പ്രേരിപ്പിച്ചു. രണ്ടും കൂടുതൽ വാങ്ങുന്നതിന് നമ്മൾ ഇൻകം എഫക്റ്റ് എന്നും, ഒന്ന് മാത്രം വാങ്ങുന്നതിന് നമ്മൾ substitution effect എന്ന് പറയും. So this substitution effect can also, and income effect can also explain what? Downward sloping demand curve. So next thing we are going to discuss is law of demand. What do you mean by law of demand?
it states that other things being equal, there is a negative relation between demand for a commodity and its price. Before that, what is this negative relation and positive relation? So negative relation means, or first of all let's say positive relation. Positive relation means if something is increasing, the other thing will also increase. Something is decreasing, the other thing will also decrease. ഇപ്പോൾ രണ്ട് സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നുണ്ട്, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയുന്നുണ്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, രണ്ടാൾ ഒരുമിച്ചാണ് പോകുന്നത്. ഒന്നിക്കിടെ ഒരുമിച്ച് കൂടും അല്ലെങ്കിൽ ഒരുമിച്ച് കുറയും. That kind of effect is known as, that kind of relation is known as positive relation. What do you mean by negative relation? Negative relation is what? One is increasing, one is decreasing. See, one is increasing, one is decreasing. So here what happens here? There is a negative relation between quantity demanded and its price. As you can see, 50 രൂപയായപ്പോൾ നമ്മൾ 3 ചോക്ലേറ്റേ നമ്മൾ വാങ്ങിയിരുന്നുണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് 30 രൂപയായപ്പോൾ നമ്മൾ 5 ചോക്ലേറ്റിലേക്കാണ് വാങ്ങി. The earlier examples, it shows that there is a negative relation but between price. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയിരുന്നു, പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറവേ വാങ്ങുന്നുള്ളൂ. സി, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് റിലേഷൻ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുക, വട്ട് എവർ, രണ്ടും കൂടി ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുക. വെറാസ് ഇൻ പോസിറ്റീവ് റിലേഷൻ ബോത്ത് ഓഫ് ദം വിൽ ട്രാവലിംഗ് സെയിം ഡിറക്ഷൻ. രണ്ടും ഒരുമിച്ച് കൂടും, രണ്ടും ഒരുമിച്ച് കുറയും. ഇവിടെ ഒന്നൊരുമിച്ച് കൂടും, ഒന്ന് കുറയും, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. ദാറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് റിലേഷൻ. സോ ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് നെഗറ്റീവ് റിലേഷൻ ആണ്. സോ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ എ കമ്മോഡിറ്റി ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്, ദാറ്റ് ഈസ് വാട്ട് ലോ ഓഫ് ഡിമാൻഡ്. അതായത് ചോദനത്തിൻ്റെ നിയമം, ദാറ്റ് ഡിമാൻഡിൻ്റെ ഒരു ലോ ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്താണ്? വില കൂടുമ്പോൾ നമ്മൾ സാധനം കുറച്ചേ വാങ്ങും, വില കുറയുമ്പോൾ നമ്മൾ കുറേ കൂടി സാധനം വാങ്ങും. അതിനെ നമ്മളൊരു ലോ ആയിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, സിമ്പിൾ. സോ ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്, എ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ price and quantity demanded. So next we are going to look into an example of a demand function. This is what linear demand function. So linear demand function can be represented, or formula can be represented as d of p is equal to a minus p. D of p is what? Quantity demanded. Okay, quantity demanded നെ നമ്മൾ d of p എന്ന് പറയുന്നത്. d of p is equal to a minus bp. അതായത് പ്രൈസ് റേഞ്ച് എൻ്റെയും എ ബൈ ബിൻ്റെ ഇടയിലാണെങ്കിൽ എ മൈനസ് ബി പി ആണ്. ഈ പ്രൈസ് എ ബൈ ബിയിലും കൂടുതലാണെങ്കിൽ ഡിമാൻഡ് 0 ആയിരിക്കും. സോ അതായത് ഒരു ഗുഡിൻ്റെ പ്രൈസ് ഈ ഒരു സർട്ടൻ എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ അത് 0 ആയിരിക്കും. അതായത് ഒരു സർട്ടൻ പ്രൈസ് പോയിന്റ്, ഒരു ഐസ്ക്രീമിന് 500 രൂപയിലാകുമ്പോൾ അല്ലെങ്കിൽ 100 രൂപേൻ്റെ മുകളിലായിട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങുന്നില്ല എന്നെല്ലാം പറയുന്ന ഒരവസ്ഥയാണ്. സോ ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എ ബൈ ബി ആകുമ്പോൾ ഗുഡ് 0 ആയിരിക്കും. ഈ പി 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണെങ്കിൽ, ഐസ്ക്രീം 100 രൂപേൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 0-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ ആ ഐസ്ക്രീം വാങ്ങുന്നതിൽ വ്യത്യാസം വരുത്തുന്നുണ്ടായിരുന്നു. അതായത് 30, 50, 60 ആകുമ്പോൾ 5, 3, 2 അങ്ങനെ ആ ഒരു വ്യത്യാസം വരുന്നതിനെ ഒരു ഫംഗ്ഷൻ രൂപത്തിൽ പറയുന്നതാണിത് എ മൈനസ് ബി പി. ആ രീതിയിൽ പറയുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ പറയുന്നത്. സോ വി ക്യാൻ ട്രൈ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ, റൈറ്റ്? ബട്ട് ഈ ഒബിയസ്ലി ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു സ്ഥലത്ത് പ്രൈസാണ്, ഒരു സ്ഥലത്ത് ക്വാണ്ടിറ്റിയാണ്. So one thing, what was x-interceptum y-interceptum we discussed earlier, right? നമ്മൾ മുമ്പ് x-interceptum y-interceptum ഡിസ്കസ് ചെയ്തിരുന്നു. സോ വാട്ട് വാസ് ദാറ്റ് x-intercept and y-intercept? അതായത് ഗുഡ് 2 ഒട്ടും കൺസ്യൂം ചെയ്യാതിരിക്കുമ്പോൾ ഗുഡ് 1 മാത്രം കൺസ്യൂം ചെയ്യുന്നതായിരുന്നു x-intercept. ഗുഡ് 2 മാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു, അതായിരുന്നു y-intercept. There was something, one quantity was 0. ഒന്ന് 0 ആകുമ്പോൾ, ഒന്ന് 0 ആകുമ്പോൾ ഒന്ന് എത്ര കൺസ്യൂം ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഒന്ന് 0 ആകുമ്പോൾ മറ്റേ എത്ര കൺസ്യൂം ചെയ്യുന്നതാണ് നമ്മൾ ആ x-interceptum y-interceptum വെച്ചിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ, ഈ പോയിന്റിൽ പ്രൈസ് എത്രയായിരിക്കും? ഇത് നമ്മൾ 0 ആണെങ്കിൽ പ്രൈസ് 0 ആയിരിക്കില്ലേ? പ്രൈസ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് സിമ്പിൾ മാത്സ്. ബട്ട് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്, y-axis will be 0. This is what? 1, 2, 3. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താ? 1, 2, 3 എന്നാണെങ്കിൽ ഈ പോയിന്റ് എന്താ? 1, 0 ആണ്. ഈ പോയിന്റ് 2, 0 ആണ്. ഈ പോയിന്റ് 3, 0 ആണ്. Say that's clear.
So now I'm not explaining economics. Now I'm just explaining how a graph works. ഈ പോയിന്റ് എന്താ 0 1 ആയിരിക്കും. എക്സ് ആക്സിസ് ഇവിടെ ഈ ലൈനിൽ എല്ലാ പോയിന്റിലും എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. ഇത് 0 2 ആയിരിക്കും. ഇവിടെ ഇത് 1 2 ആണെങ്കിൽ ഇത് ഈ പോയിന്റ് 0 2 ആയിരിക്കും. ഇത് അതുപോലെ 0 3 ആണെങ്കിൽ 1 2 1 2 3 ആണെങ്കിൽ 4 ആണെങ്കിൽ ഇത് എന്തായിരിക്കും 0 4 ആയിരിക്കും. ഈ പോയിന്റ് ഈ ലൈനുമേലുള്ള പോയിന്റാണ് ഞാൻ പറയുന്നത്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ just we have said some just basics of this graph. ഒരു ഗ്രാഫിൻ്റെ ബേസ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇപ്പോൾ ഫംഗ്ഷൻ ഒന്ന് ഡി ഓഫ് പി എന്നുള്ള നമ്മൾ ക്യൂ എന്ന് മാറ്റി എഴുതുകയാണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഡി ഓഫ് പി. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തന്നെയാണ് ഡി ഓഫ് പി. സോ ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. ക്യൂ 0 ആണെന്ന് വിചാരിക്കാം. ക്യൂ 0 ആണെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മളുള്ളത്? ക്യൂ 0 ആണെന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ ഇതാണ് 0. ഇത് 0 ആകുമ്പോൾ നമ്മളുള്ളത് ഈ ആക്സിസിലാണ്, വൈ ആക്സിസിലാണ്. നോക്കിയേ, ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താണ്? ഇപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ 1 0 എന്ന് പറയുമ്പോൾ ഇത് ക്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് പ്രൈസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് ആക്സിസ് ഫസ്റ്റ് നമ്പർ ആയിരിക്കും, എക്സ് ആക്സിലുള്ള സാധനമായിരിക്കും. ഇപ്പോൾ ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കണ്ടു. ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ എ മൈനസ് 0 ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. ബി പി ഈസ് ഈക്വൽ ടു എ. ഇടാൻ പറ്റില്ലേ? ഈ ബി പി ഇപ്പുറം വന്നു. ബി പി ഈസ് ഈക്വൽ ടു എ, പി ഈസ് ഈക്വൽ ടു എ ബൈ ബി. സോ വാട്ട്? ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ ഉള്ള പ്രൈസ്, ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ ഉള്ള പ്രൈസ് ആണെന്ത്? എ ബൈ ബി. ഓക്കെ, ആ ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്നത് വെച്ചാൽ നെക്സ്റ്റ് തിങ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ദിസ് വാട്ട്? ഈ പി നമ്മൾ 0 ആക്കുന്നു. പി നമ്മൾ 0 ആക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മളൊരു കൺസെപ്ഷൻ ബണ്ടിൽ പോലെ 2 ആക്സിസിൻ്റെയും ഒരു ലൈനിൻ്റെ 2 പോയിന്റ്സ് കിട്ടേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കളിക്കുന്നത്. സോ പി നമ്മൾ 0 ആക്കുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 0. വാട്ട്? ക്യൂ ഈസ് ഈക്വൽ ടു എ. So we have got 2 points. One is what? A0 എന്ന് വരാം. ഒന്ന് എന്താണ്? 0 what? A by B. അപ്പോൾ ഈ 0 A by B യും A0 നമ്മൾ എന്താക്കുന്നു? ജോയിൻ ചെയ്യിപ്പിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട്? ഗ്രാഫ് ഓഫ് എ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. നമ്മൾ എന്താക്കും? പിയും 0 ഇത് രണ്ടും 0 എന്നുള്ളൊരു പോയിന്റിലിട്ടു. ഇതാണ് നമ്മൾ എന്ത്? ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. സോ വി ലുക്ക്ഡ് ഇൻ ടു ദ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. വാട്ട് വാസ് അവർ ഫംഗ്ഷൻ? വാസ് ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. വാട്ട് ഡസ് ദിസ് ബി എന്താണ് പറയുന്നത്? പി ഇസ് എ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്, റൈറ്റ്? സോ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ്? ഒരു ലൈന് y ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എക്സ് എന്നുള്ള ഫോമിലാണെങ്കിൽ ബി ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. എ മൈനസ് എം എക്സിലാണെങ്കിൽ എം ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. അതായത് എക്സിൻ്റെ കൂടെയുള്ള ആ ടേം എ മൈനസ് ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു സി മൈനസ് എം എക്സ് എന്നുള്ള ഫോമിലാണെങ്കിൽ എം ആയിരിക്കും അതിൻ്റെ എം ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. സോ വി സേ ദാറ്റ് ബി ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്. എന്താണ് സ്ലോപ്പ് നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. വൈ ആക്സിസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് 2 പോയിന്റ് ഉണ്ടെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതെല്ലാം നമ്മൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലോപ്പിനെ കുറിച്ചൊന്ന് വിശദമായി പഠിച്ചിരുന്നു. സോ സ്ലോപ്പ് എന്ന് പറയുന്ന ചെരിവ്. അപ്പോൾ ഒരു ഈ പ്രൈസ് കാരണം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അതാണ് ബി. അപ്പോൾ എന്താ? ഒരു യൂണിറ്റ് ചേഞ്ച് പ്രൈസിൽ ഉണ്ടാകുമ്പോൾ ഒരു ബി യൂണിറ്റ് ചേഞ്ച് എന്താകുന്നു? ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മളോട് പറയുന്നത്. സോ ഇൻ ദിസ് സെഷൻ വി ലേൺഡ് അബൌട്ട് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ പ്രൈസ് പോയിന്റിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഡിമാൻഡ്. ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് സെഷനിലോ സെക്കൻഡ് സെഷനിലോ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി പറയുമ്പോൾ നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അഗെയിൻ ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡിമാൻഡ് ഫംഗ്ഷൻ. വാട്ട് ഡിമാൻഡ് ഫംഗ്ഷൻ മീൻസ് വാട്ട്? ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് എന്ത് ഡിമാൻഡ് ഫംഗ്ഷൻ പറയുന്നത്. നെക്സ്റ്റ് വി ട്രൈ ടു
derive the demand curve, downward sloping demand curve using indifference curve. Indifference curve ഉപയോഗിച്ചിട്ട് downward sloping demand curve നമ്മൾ derive ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ നമ്മൾ law of demand പറഞ്ഞു. law of demand എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ആ ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. Then we again looked into this what? Linear demand function. So in this session we have done these much things. Thank you.